നിങ്ങൾക്കുള്ള മാല അതുപോലെ ഇങ്ങനെയാണ് 1 2 3 4 5 ഈ ഒരു 5 കണ്ണിയുണ്ട്. ഇതിനകത്ത് സാർ ഒരു കണ്ണി ഇങ്ങനെ മാറ്റി എന്നിട്ട് അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അപ്പൊ എന്താ വ്യത്യാസം വന്ന? നിങ്ങളുടെ ആ ചെയിനിലാണ് എന്ത് വന്നത്? വ്യത്യാസം വന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. നേരത്തെ ഇത് ഞാൻ ഇവിടെ വെക്കുമ്പോൾ 5 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ആ മെയിൻ ചെയിനിൽ എത്ര എണ്ണം ഉള്ളൂ? 4 എണ്ണം ഉള്ളൂ. മനസ്സിലായോ? എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോ 4 കാർബൺ ഉള്ള ഒരാളെ സാർ എടുക്കുകയാണ്. നമുക്കറിയാം 4 കാർബൺ ഉള്ള ആളുടെ പേരെന്താണ്? ബ്യൂട്ടെയിൻ. 4 കാർബൺ ഉള്ള ആൽക്കേനെ വിളിക്കുന്ന പേരാണ് ബ്യൂട്ടെയിൻ. അപ്പൊ 4 കാർബൺ 1 2 3 4 ഉണ്ടോ? ഇതാണ് ഒരു കോമ്പൗണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇതിന്റെ ഹൈഡ്രജന് സാർ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. CH3 CH2 CH2 CH2. ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതാൻ പോവുകയാണ്. കാർബൺ 4 എണ്ണം, ഹൈഡ്രജൻ എത്ര എണ്ണം വരും? നമുക്കറിയാം ആൽക്കേനാണ്. കാർബന്റെ ഇരട്ടി പ്ലസ് 2, അതായത് 10 ഹൈഡ്രജൻ വരും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കിക്കോളൂ. 3 2 5 7 3 10. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ 1 2 3 4. ഈ 4ല് ഇയാളെ ഞാൻ കട്ട് ചെയ്ത്, കണ്ടോ? ഈ ചെയിൻ, ഇത് നമ്മുടെ ഒരു ചെയിൻ ആണ്. ഈ ചെയിനെ കട്ട് ചെയ്ത്, കാർബൺ ചെയിനെ കട്ട് ചെയ്തിട്ട് ഇയാളെ ഞാൻ പൊക്കി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നു വെച്ചു. ഓക്കെ. ഇനി ഞാൻ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാണ്. CH3 CH2 CH3 CH3. ഓക്കെ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4. കാർബൺ എണ്ണത്തിൽ വ്യത്യാസമില്ല. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 2 5 6 7 8. സോറി, ഇവിടെ 2 ഹൈഡ്രജൻ വേണ്ട, ഒരു ഹൈഡ്രജൻ. ഓക്കെ. 1 2 3 ഒരു ഹൈഡ്രജൻ. അപ്പൊ 3 3 6 3 9 10 ഹൈഡ്രജൻ. അപ്പൊ ഇവർ രണ്ടുപേരും സെയിം മോളിക്കുലർ ഫോർമുലയാണ്. കണ്ടോ? സെയിം മോളിക്കുലർ ഫോർമുലയാണ്, ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ്. പേരും വ്യത്യാസമുണ്ട്. പേര് ഇവിടെ എത്രയാണ്? 4 കാർബൺ കൊണ്ട് ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AND, ബ്യൂട്ടേ എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ അങ്ങനെയല്ല, 3 കാർബണേ ഉള്ളൂ. അപ്പൊ പ്രൊപ്പ് അല്ലെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഓക്കെ. ഒരു ബ്രാഞ്ച് വരുന്നതുകൊണ്ട് അത് രണ്ടാമത്തെ കാർബൺ ആയതുകൊണ്ട് 2-methyl. അപ്പൊ 2-methyl പ്രൊപ്പൈൻ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പേരെന്താണ്? ബ്യൂട്ടെയിൻ എന്നാണ്. ഇതിന്റെ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. എവിടെയാണ് വ്യത്യാസം? ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത് ആ ചെയിനിലാണ് വ്യത്യാസം വന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ബ്യൂട്ട് പ്രൊപ്പായി, ബ്യൂട്ടായി നിൽക്കാതെ പ്രൊപ്പായി, അതായത് വേർഡ് റൂട്ടിൽ ഒരു വ്യത്യാസം വന്നാൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ചെയിൻ ഐസോമറിസം ആണ്. വാച്ച് ഫുൾ വീഡിയോ ഓൺ മൈ യൂട്യൂബ് ചാനൽ സണ്ണി സാർ.